ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാച്ചുറൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ബീഫ് ദം ബിരിയാണിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിന് കൂടുതൽ ചേരുവകളൊന്നും വേണ്ട. നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ സാജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സാജീരകം. ഇത് ഞാനിവിടെ 3 തക്കാളി നേരിയതായി അരിഞ്ഞിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗം, 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബീഫായതുകൊണ്ടാണ് കുക്കറിലേക്ക് വെച്ച് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ നമുക്ക് സാദാ പോലെ വെന്ത് കിട്ടും. ബീഫായതുകൊണ്ട് ഞാൻ കുക്കറിൽ വേവിച്ചതാണ്. അത് 1/4 വേവേ ഉണ്ടു, ബാക്കി ദമ്മിൽ വെന്ത് കിട്ടുന്നതാണ്. അതവിടെ ബീഫ് വെന്ത് വരട്ടെ. നമുക്ക് ചോറുണ്ടാക്കാം. ഞാനിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വറ്റിച്ചെടുക്കുന്നതല്ല. ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, സാജീരകം, ആവശ്യത്തിന് ഉപ്പ് ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വാരി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ 1/2 മണിക്കൂർ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് അരി. അതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇതും ഒരു 1/4 വേവ് മാത്രമേ ആവണ്ടൂ. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് പൊരിച്ച സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അധികം തന്നെ മല്ലിയിലയും പുതിനയിലയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, മേലെ ഇട്ട് കൊടുക്കാനാണ്. ബാക്കിയുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടികളുടെ അളവ് പറയാത്തത്, നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇതനുസരിച്ച് എടുക്കാം. കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. 1 കപ്പ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് 1/4 ഭാഗം വെന്ത ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കാം. ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ 1/4 ഭാഗം വെന്ത ചോറും ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ ദമ്മിൽ വെന്തോളും. ഇനി കറിവേപ്പില, പൊരിച്ച സവാള, ഗരം മസാല ഇവ ചേർക്കാം. ഇനി ബാക്കി ചോറ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
കൂടുതൽ വേവാതെ നോക്കണം. ഇനി നമുക്ക് പൊരിച്ച് വെച്ച സവാളയും മല്ലിച്ചപ്പും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ 2 കളർ ചേർക്കുന്നുണ്ട്, റെഡ് കളറും യെല്ലോ കളറും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഞാനിവിടെ ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇനി അടുപ്പത്ത് ഒരു തട്ട് വെച്ച് അതിലേക്ക് എടുത്ത് വെച്ചിട്ട് സ്ലോ ആയിട്ട് 1.5 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.